വെൽക്കം ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ടു തായ്ലാൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേയിൽ തന്നെ നിൽക്കുകയാണ്. ഫസ്റ്റ് ഡേ നമ്മളിവിടെ പോയി ടൈഗർ ടോപ്പിയയിൽ പോയി, അത് കഴിഞ്ഞ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി, അത് കഴിഞ്ഞ് നേരെ ജെംസ് ഗാലറിയിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവറാട്ടോ ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു വോയിസ് ഓവറാണ് കുറച്ചുകൂടെ ബെറ്റർ. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് കണ്ട് കേട്ട് നിങ്ങളോട് പറയാൻ പറ്റും. മറ്റേ ലൈവ് വോയിസ് പോകുമ്പോൾ അങ്ങനെ ലൈവായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ വിട്ടു പോകും, ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചില ഒരു ഇതുണ്ട് കേട്ടോ. മറ്റേത് അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഓർമ്മിച്ച് നമുക്ക് പിന്നീട് വോയിസ് ഓവർ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് വോയിസ് ഓവറായിട്ട് ചെയ്യാവേ. ശരിക്കും തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ കുറേ സ്ട്രീറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതിൽ ഉപരി ഇതുപോലെയൊക്കെ ആട്ടോ ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡ് ഇരിക്കുന്നത്. നിറയെ കാടും പടലും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു വേറൊരു കൺട്രിയിൽ വന്ന ഫീലൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി ഫാർ ബെറ്റർ ആയിരുന്നു മലേഷ്യ. കുറച്ചുകൂടെയൊക്കെ അവരുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നീറ്റായിരുന്നു. മീൻസ് ഞാൻ കൺട്രിയുടെ കാര്യം കേട്ടോ പറഞ്ഞത്. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, മെയിൻ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ തായ്ലൻഡ് എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അവർ ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അവരുടെ റോഡും കാര്യങ്ങളും ഒക്കെ അത്രയ്ക്ക് സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഓക്കെ ഇതുപോലെ കാടും പടലമൊക്കെ പിടിച്ച് കപ്പ നട്ടിട്ടുണ്ട്, വാഴ നട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്ത് കാണുന്ന അതേ സെയിം. അതൊന്നും പാടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടെയൊക്കെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് നമ്മൾ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒന്നുകൂടി സെറ്റ് ചെയ്യാമായിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാട്ടോ. അപ്പം ഞങ്ങൾ വന്നിറങ്ങിയത് ബാങ്കോക്ക് എയർപോർട്ടിലാണ്. അവിടെ നിന്ന് പട്ടായയിലേക്കാണ് പോകുന്നത്. ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്ക് കുറച്ച് 200 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 1.5-2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഈ യാത്ര പോകും വഴിക്കാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്ക്, ജെംസ് ഗാലറി, ടൈഗർ ടോപ്പിയ ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അത് കണ്ടാണ് പോകുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. കാരണം ഇന്നലെ വൈകുന്നേരം രാവിലെ മുതലേയുള്ള യാത്രയാണ്. ഇന്നലെ രാവിലെ കയറി എറണാകുളം വന്നു, അവിടെ നിന്ന് തായ്ലൻഡ് പോയി, അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് റെസ്റ്റ് പോലും എടുക്കാണ്ട് വീണ്ടും സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ ഇനി ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വന്ന ശേഷം ഒന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഡേ മുതൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ കാണാമെന്നാണ് കരുതുന്നത്. കാരണം കഴിഞ്ഞ മലേഷ്യൻ ട്രിപ്പിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഫ്ലൈറ്റ് കയറി വന്നു, മോർണിംഗ് കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടാണ് ഉച്ചയ്ക്ക് അവർ ഹോട്ടലിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർ ടൈം വേസ്റ്റ് ചെയ്ത് കളയണ്ട എന്നുള്ള രീതിയിലാണ് ഉച്ചവരെ പല സ്ഥലങ്ങളും കാണിച്ചിട്ട് പിന്നീട് നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ ഒരുപാട് ടയേർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് ആ പ്ലാൻ ഇനി ചേഞ്ച് ചെയ്യാമെന്നാണ് തീരുമാനം. ഇത് നമ്മൾ ജെംസ് ഗാലറിയിലേക്ക് വന്നിട്ടുണ്ട്. ജെംസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ബാക്ടീരിയാസ് അല്ല, നമ്മുടെ രത്നങ്ങൾ, ഡയമണ്ട്, പേൾ അങ്ങനെയൊക്കെ ഉള്ള അവർ ഈ തായ്ലൻഡിലാണ് ഏറ്റവും കൂടുതൽ ജെംസ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഉണ്ടാക്കുന്നതും പോളിഷ് ചെയ്യുന്നതും എല്ലാം തായ്ലൻഡിലാണെന്ന് ഇവിടെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു കളക്ഷൻ സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ വന്ന ഉടനെ തന്നെ എവിടെ പോയാലും അവരൊരു സ്റ്റിക്കർ നമ്മുടെ ദേഹത്തൊട്ടിക്കും കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞു ഒരു 15 മിനിറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനത്തിൽ കയറ്റിയിരുത്തിയൊക്കെയാണ്. നമ്മൾ ഈ രാമോജി റാവുലും അവിടേക്ക് പോയപ്പോൾ കണ്ടിട്ടുള്ള ഒരു സാധനം. ഇതിലിങ്ങനെ അവരിങ്ങനെ കുറേ കാര്യങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് ഭയങ്കര രസമായിട്ട് അവരുടെ ഇതിനെപ്പറ്റി, അതായത് വോൾക്കാനോ ഒക്കെ പൊട്ടി വരുന്നതും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ഗുഹയ്ക്കകത്തോട്ട് നമ്മളെ കയറ്റി വിടുമ്പോൾ അവിടെ ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നല്ല രസം കേട്ടോ അത് കാണാനായിട്ട്. ആ ജേംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ 5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വലിയൊരു കാർ പോലത്തെ ഒരു സാധനം കേട്ടോ. എന്തെനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ഒരു ട്രോളി കാർ. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മാത്രം തന്നെ വിട്ടു. ഒരു 15 മിനിറ്റ് ഷോ ആണെന്ന് പറഞ്ഞു. കരുതുന്ന വേറെ എന്തോ സംഭവം എന്ന് പറഞ്ഞ് ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് പേടിച്ചൊക്കെ ഇരിക്കുകയാണ്. നല്ലതായിരുന്നു. ആ സ്റ്റോണൊക്കെ നീങ്ങുന്നതും ഒക്കെ ഭയങ്കര ഒരു നാച്ചുറൽ ഫീലിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാക്കേജ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് സാരഥി ഹോളിഡേയ്സ് ആണ്. കസ്റ്റമൈസ്ഡ് പാക്കേജാണ്. നമ്മൾ 5 പേരും മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടുത്തെ കൂടുതൽ പേർക്കും ലാംഗ്വേജ് അറിയത്തില്ല. ഇംഗ്ലീഷ് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിപ്പോൾ നമ്മുടെ കൂടെയുള്ള ഗൈഡ് കം ഡ്രൈവറാട്ടോ. പുള്ളിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് വരുന്ന ആളായിരിക്കില്ല നമുക്ക് നാളെ വരുന്നത്. ഒരു മെയിൻ ഗൈഡായിട്ടൊന്നും നമുക്കില്ല. അപ്പോൾ ഇന്ന് വരുന്ന ആളായിരിക്കില്ല നാളെ വരുന്ന ആളായിരിക്കില്ല മറ്റന്നാൾ വരുന്നത്. ഓരോ സമയം 2 സമയമായിട്ടൊക്കെയാണ് ഉള്ളത് കാണാനൊക്കെ പോകുന്നതെങ്കിൽ 2 സമയം വേറെ ആൾക്കാരൊക്കെ ആയിരിക്കും വരുന്നത്. ഇവർക്ക് ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാവരും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തായ്ലൻഡ്
ഇങ്ങനെ പുറമേ കാണാൻ ഭയങ്കര ഭംഗിയൊന്നുമില്ല. പക്ഷേ ഇവിടെ കുറേ സ്ഥലങ്ങൾ അവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ജെയിംസ് ഗാലറി ആയാലും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആയാലും ഈ ടൈഗർ ടോപ്പി ആയാലും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാണ്ട് എനിക്ക് ഈ ഒരു തായ്ലൻഡിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല സ്റ്റിൽ ഇതുവരെയും. പിന്നെ പട്ടായ കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. ബാങ്കോക്കാണ് ആക്ച്വലി തായ്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. അത് അത്ര പോലും ഒരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോസിലും മറ്റും കാണുന്ന ആ ഒരു ബ്യൂട്ടി എനിക്കിവിടെ വന്നിട്ട് എനിക്ക് അത്രയും കിട്ടിയിട്ടില്ല. പക്ഷേ ഓക്കെ, നമ്മൾ എൻജോയ് ചെയ്തു. കൊടുത്ത മണിക്ക് വാല്യൂ ഉണ്ട് എന്നുള്ള രീതിയിൽ ഓക്കെയാണ്. ബട്ട് മലേഷ്യ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാർ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അവിടെയും ശരിക്കും പറഞ്ഞാലൊന്നും കാണാനായിട്ടൊന്നുമില്ല, എങ്കിലും കുറച്ചുകൂടെയൊക്കെ നമ്മൾ വേറൊരു കൺട്രിയിൽ വന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതും ഓക്കെ. ഇതെന്താ സംഭവിച്ചതെന്നറിയോ, നമ്മൾ വീഡിയോസിലും മറ്റും കണ്ട് ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷനിൽ വരും. ഇവിടെ വരുമ്പോൾ അയ്യോ ഇത്രയേ ഉള്ളൂ. ആ ഓവർ എക്സ്പെക്റ്റേഷനാണ് നമുക്ക് നിരാശപ്പെടുത്തുന്നത്. നമ്മൾ അല്ല തായ്ലൻഡ് ഇത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വാവ് എന്നൊക്കെ തോന്നിയേനെ അതായിരിക്കാം മേ ബി. അല്ലാതെ ഓക്കെയാണ്, ഞാൻ പറഞ്ഞില്ലേ, ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവരിവിടെ ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുറമേ നിന്ന് കാണുമ്പോൾ എന്തോ എവിടേക്കോ ഒരു കുറവ് പോലെ. ഇതൊക്കെ അവർ നമുക്കിങ്ങനെ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ താഴെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കുറേ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, ഇങ്ങനെ ജേംസ് കഴുകുന്നതും ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതികൾ പല സെക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. അവരെവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാമൊക്കെ നല്ല രീതിയിൽ അവർ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു നല്ല സംഭവം തന്നെയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ പുറമേ കാണുമ്പോൾ നമ്മുടെ ആ ഒരു സിറ്റിയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഫീലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഡ്രെയിനേജ് വെള്ളം പോലെയൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതും നമ്മൾ ഈ ചേരുകളിലൊക്കെ കാണുമ്പോഴത്തെ ഒരു ഫീലും ഒക്കെ കണ്ടായിരുന്നു. അതൊന്നും എനിക്ക് തോന്നുന്നു മലേഷ്യയിൽ പോയപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. മേ ബി അത് കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയാലുണ്ടാവും. ഇത് ഒരു പ്രോപ്പർ സിറ്റിയിൽ തന്നെ അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തോ ഒരുപോലെ കുഴപ്പമില്ല, ഓക്കെയാണ്. എങ്കിലും നമുക്ക് തായ്ലൻഡ് കാണാൻ പറ്റിയില്ലേ, നമുക്കൊരു കൺട്രി കാണാൻ പറ്റിയില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിത് ഈ ട്രിപ്പ് എന്ന് പറയുന്നത് 4 നൈറ്റ് 5 ഡേയ്സ് ആണ് നമ്മുടെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ശരിക്കും എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺട്രിയിൽ പോവുക, അവിടെ ചെന്ന് അവരുടെ കൾച്ചർ പഠിക്കുക, ഫുഡ്, അവരുടെ രീതികൾ എല്ലാം നമ്മൾ കുറേ ദിവസം നിന്ന് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 15 days എങ്കിലും നിന്ന് ആ രാജ്യത്തെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന സുജിത് ഭക്തൻ അവരൊക്കെ ചെയ്യും പോലെ നമ്മളിങ്ങനെ കുറേ ദിവസം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ആ ഒരു അവരുടെ രീതികളെല്ലാം നമ്മൾ പഠിച്ചാൽ അത് വേറൊരു രസമാണ് അല്ലേ. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി അതൊന്നും നമ്മൾ ഫാമിലിയായിട്ട് ഇപ്പോൾ വേദയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളുടെ സ്റ്റഡീസും കാര്യങ്ങളും നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് വേറൊരു രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ 5 days ധാരാളം കാണാൻ ഇനഫാണ് 5 days കൊണ്ട്. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ ആ കൺട്രിയെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ കുറച്ച് ദിവസം കൂടിയൊക്കെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അത് വേറൊരു രസമാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പോയി നമുക്കിപ്പോൾ അവരുടെ കൾച്ചറൊന്നും ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും പോവുക, ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്താണ് ഏതാണെന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ ഒരു 2 ദിവസമൊക്കെ നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മലേഷ്യയിലും 2 ദിവസം നിന്നപ്പോൾ അത് 4 days 4 night ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നിന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒറ്റയ്ക്കൊക്കെ വന്ന് നമ്മളൊരു രാജ്യം കുറേ ദിവസം നിന്ന് മനസ്സിലാക്കി എടുത്തൊക്കെ പോകുമ്പോൾ അത് വേറൊരു ഫീല്. പക്ഷേ എൻ്റെ കാര്യത്തിലൊന്നും അതൊന്നും നടക്കണ അല്ലാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പോകണമെന്ന് ഫീലില്ല. പക്ഷേ എനിക്ക് ഞാൻ ഒരു ഫുഡിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ എത്രയൊക്കെ എക്സ്പ്ലോർ ചെയ്താലും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ എനിക്ക് ഈ വക ഫുഡുകളെല്ലാം മടുക്കും കേട്ടോ. ഞാൻ കഴിക്കും, എനിക്കിഷ്ടമാണ്, ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ കഴിക്കാറുമുണ്ട്. പക്ഷേ എന്തോ 2-3 ദിവസം വരെയൊക്കെ ഞാൻ മാക്സിമം പിടിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടിയില്ലെങ്കിൽ സത്യമായിട്ടും പറ്റത്തില്ല കേട്ടോ. അതൊരു എന്തോ ഒരു ഇതാണ്. ഇവിടെ നിറയെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഫുഡാണ്. കാരണം ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻസിനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. മേ ബി ഇപ്പം നമ്മുടെ വെക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കൊണ്ടാവാം, അറിയില്ല. എന്തായാലും ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ഹിന്ദിയിലൊക്കെ കുറച്ച് പേരൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇതുപോലെ എവിടെ ഇങ്ങനെ കാണാനൊക്കെ പോകുമ്പോൾ അവിടെ കുറച്ച് ഹിന്ദിയിലൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
നോർത്ത് ഇന്ത്യൻസ് കൂടുതലായതുകൊണ്ടാവാം, എന്തായാലും നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഫുഡും ഉറപ്പായിട്ടും നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡാണ് കൂടുതൽ. അത് നമുക്ക് പറ്റത്തില്ല. ഇനിയിപ്പോൾ എത്ര സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നമ്മളുണ്ടാക്കി കഴിക്കുന്ന ആ ഒരു സുഖം എവിടെ പോയാലും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് വൈക്ലഭ്യം തന്നെയാണ്, പറ്റില്ല. ഒരു 3-4 ദിവസമൊക്കെ മാക്സിമം. അതിപ്പോൾ നമ്മൾ കാശ്മീർ അല്ല ഡൽഹി ട്രിപ്പൊക്കെ പോയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാക്കാം അല്ലേ. അത് എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുത്തെ ആ ഒരു 15 മിനിറ്റ് ഷോ എല്ലാം കണ്ടു. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ കണ്ടു കേട്ടു എന്നല്ലാതെ അത് അവിടെ കളഞ്ഞിട്ട് വന്നു. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് തായ്ലൻഡിനെ പറ്റി പറയാൻ ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത്. അവിടെ നിന്ന് ആ ഒരു ഷോ 15 മിനിറ്റ് കണ്ടു കഴിഞ്ഞ ശേഷം അവർ നമ്മളെ ഈ ജുവലറി എല്ലാം, ഈ രത്നങ്ങളെല്ലാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത്, അതിൻ്റെ മെഷീൻസ്, ഇപ്പോൾ നമുക്ക് ഒരു റിങ്ങിൽ അത് അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അവിടെ ലൈവായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കാണിച്ചു തരും കേട്ടോ. ഓരോ മെഷീൻസും അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ട്, അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ് ഇനി പറഞ്ഞ പോലെ ജുവലറി ഈ ഗോൾഡിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, സിൽവറിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലെ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും നോ ഇഷ്യൂസ്, വീഡിയോസൊക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ അവരുടെ ഒരു എക്സിബിഷൻ പോലെയല്ല, എക്സിബിഷൻ കം സെയിൽ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. മീൻസ് ജുവലറി എല്ലാം സെറ്റ് ചെയ്ത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയമണ്ട്സും പേൾസും ഒക്കെ ആയിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്ന ജുവലറീസ് നമുക്ക് കാണുകയും ചെയ്യാം, ഷോപ്പ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അത് നമുക്ക് അകത്ത് അവർ അലൗഡ് അല്ല ക്യാമറ എടുക്കാനായിട്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അറിയോ. നെക്ലസസും, മാല, ചെയിൻ, ഇയർ റിങ്സ്, അല്ലാത്ത റിങ്സ്, അങ്ങനെ വേണ്ട അല്ലാതെ ഈവൻ സ്റ്റോൺ മാത്രമായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാം, എന്നിട്ട് നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് വേണമെങ്കിൽ നമുക്കത് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോന്നും കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കണ്ണ് തള്ളിപ്പോകും. എന്ത് ഭംഗിക്കാ. എസ്പെഷ്യലി ഇങ്ങനെ ഈ സ്റ്റോൺ കൊണ്ടുള്ള മാത്രമായിട്ടുള്ള ജ്വല്ലറിയിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ, അത് ഡബിൾ ഭംഗിയിലാണ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പല കളേഴ്സിലും പല ഗോൾഡിലും ഒക്കെ ആയിട്ട്. മീൻസ് റോസ് ഗോൾഡ്, സാദാ ഗോൾഡ്, അങ്ങനെയൊക്കെയുള്ള സിൽവർ, അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതൊക്കെ അതിൻ്റെയൊക്കെ ഓരോ പാട്ടാണ് അവരെല്ലാം അറേഞ്ച് ചെയ്ത്. ഇതെല്ലാം ടൂറിസ്റ്റുകളെ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മേ ബി എല്ലാ പാക്കേജുകളിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ചോദിച്ച് നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ടാവും. നമ്മൾ ചോദിച്ച് നമുക്കത് അവിടെ കാണണം ഇവിടെ കാണണം എന്ന് പറയുമ്പോൾ നമ്മുടെ പാക്കേജിൽ ഡിഫറൻസും വരും കേട്ടോ. അല്ലാതെ അവർ തരുന്ന ആ ഒരു പാക്കേജ് എമൗണ്ടിൽ തന്നെയാണ് ഇതെല്ലാം ഇൻക്ലൂഡ് എന്ന് ഞാൻ പറയില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും അഡീഷണൽ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മുടെ പേയ്മെൻറ്റും മാറും. അങ്ങനെ നമ്മളിവിടെ എല്ലാം ജെംസ് ഗാലറി എല്ലാം നല്ല രീതിയിൽ കണ്ടു. ഞാനിതെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വോയിസ് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇന്നത്തെ പരിപാടി തൽക്കാലത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജെംസ് ഗാലറി എല്ലാം വിസിറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 മണിക്കാണ് നമുക്ക് ചെക്ക് ഇൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റൂമിലേക്ക് പോയാൽ ഫ്രഷപ്പ് ആവുക, ഉറങ്ങുക. അത് കഴിഞ്ഞ് വൈകിട്ട് മാത്രമേ നമുക്ക് എന്തോ ഒരു ഷോ കൂടി ഉണ്ട്. അത് 8 മണിക്കാണ്. ആ ഷോ കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പ്ലാൻ കഴിയും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ ഹോട്ടൽ റൂമിലേക്കാണ് പോകുന്നത്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് കുറച്ച്, ഞാൻ പറഞ്ഞില്ല പട്ടായ കുറച്ച് ദൂരമുണ്ട്. പട്ടായയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം നമ്മൾ കിടന്ന ടൈഗർ ടോപ്പിയിലേക്ക് വരുന്ന സമയം ഒന്ന് ഉറങ്ങിയായിരുന്നു. ഉറങ്ങിയ ശേഷമാണ് ടൈഗർ ടോപ്പിയിൽ കണ്ടു. പിന്നെ അവിടെ നിന്ന് അടുത്തടുത്തായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റും ജെംസ് ഗാലറിയും. ടൈഗർ ടോപ്പിയും കേട്ടോ. ടൈഗർ ടോപ്പിയ വരെ എത്താൻ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഇതെല്ലാം പട്ടായയിലാണെന്ന് തോന്നുന്നു. നമുക്കൊരു ഐഡിയയിൽ ഡ്രൈവർ കൊണ്ടുപോകുന്നുണ്ട്, വരുന്നുണ്ട്. പട്ടായയിൽ തന്നെ കേട്ടോ. ഇതെല്ലാം പട്ടായ അടുത്തടുത്തായിട്ടാണ് ഈ സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത്. എന്തായാലും 2.5-3 മണിക്കൂർ എയർപോർട്ടിൽ നിന്ന് നേരെയുണ്ട്. പക്ഷെ അതെല്ലാ പാക്കേജിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു ഐലൻഡ് ചൂസ് ചെയ്യാൻ വേണമെങ്കിൽ പട്ടായ, ബാങ്കോക്ക് അല്ല എങ്കിൽ അത് വേറൊരു സ്ഥലമാണ് ഫുക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടെ കൂടുതലും ഈ ബീച്ച് സൈഡാണ്, ഐലൻഡ് പോലുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലും ഉള്ളത്. അത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ബാങ്കോക്ക് പട്ടായയാണ്. അറിയില്ല, നമ്മൾ ഫുക്കറ്റിൽ പോയിട്ടില്ല. എല്ലാവരും ബാങ്കോക്ക് പട്ടായ അല്ലേ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. കുറച്ചുകൂടെ കാണാനും കേൾക്കാനും ഒക്കെ എവിടെയാണുള്ളത്. അവിടെ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ബീച്ച് ഏരിയ ആയതുകൊണ്ട് ബീച്ചസ് ആണ് കൂടുതലും ഉള്ളത്. ഫുക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബാങ്കോക്കിലല്ല ഇറങ്ങുന്നത്, അത് വേറെ എയർപോർട്ടാണെന്നാണ് തോന്നുന്നത്. അത് വേറൊരു സ്ഥലം. ഇവിടെ നിന്ന് 1000 സംതിങ് കിലോമീറ്റർ ഉണ്ട് ആ ഫുക്കറ്റിലേക്ക്. അപ്പോൾ വേറെ എയർപോർട്ടാവാം. ഇവിടെ തായ്ലൻഡിൽ നിറയെ 2-3 എയർപോർട്ട് എന്തോ ഉണ്ട്. ഞങ്ങൾ ബാങ്കോക്ക് BMK എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലാണ് വന്നിട്ടുള്ളത്. 11 മണിക്ക് കയറി
11:10 ഫ്ലൈറ്റ് 12 മണിയായി എടുത്തപ്പോഴേക്കും ഇവിടെ എത്ര മണിക്ക് എത്തി, 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എത്തി. ഇമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നേരെ നമ്മൾ യാത്ര തിരിച്ചത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹോട്ടൽ റൂം എത്താറായി. ഇതാണ് പട്ടായ. ഈ കാണുന്നതൊക്കെയാണ് പട്ടായ. ഇവിടെ കൂടുതലും നൈറ്റ് ലൈഫാണ്. രാവിലെ വന്നാലും അധികം ഒന്നും കാണാനില്ലെങ്കിലും കൂടുതലും നൈറ്റ് ലൈഫാണ്. നൈറ്റ് ഭയങ്കര ലൈറ്റും കാര്യങ്ങളും സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സജീവമാവും. ഈ സ്ഥലങ്ങളൊക്കെ ഞാനിങ്ങനെ കൂടുതലും നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ വീഡിയോസ് വഴി ഒരുപാട് പേര് പറയാറുണ്ട്. ശ്രീകുട്ടിയുടെ വീഡിയോസ് വഴി നമ്മൾ പല സ്ഥലങ്ങളും കാണാറുണ്ട്. അപ്പം എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങൾക്കും ഷെയർ ചെയ്യാന്നുള്ളതാണ്. എല്ലാം 100% എനിക്ക് കാണിക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം നമുക്കത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം, ഇതൊക്കെ ഒരു പട്ടായയുടെ ഒരു ഭംഗി കുറച്ചൊക്കെ കാണിക്കാൻ പറ്റുന്നത് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ അതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം ഞാൻ കാണുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങളെയും കാണിക്കാൻ പറ്റുന്ന രീതിയിൽ കാണിക്കാമെന്നുള്ള രീതിയിലാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതൊക്കെയാണ് പട്ടായയുടെ ഭംഗി എന്ന് പറയുന്നത്. ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ യൂട്യൂബേഴ്സും അവിടുത്തെ ഭംഗി മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെയുള്ള ബാക്കി ഇതുപോലുള്ള കാടും പടലും പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒന്നും. ഞാൻ ഈ തായ്ലൻഡിൽ വന്നിട്ട് അതൊക്കെ കണ്ടപ്പോൾ അതിശയിച്ച് പോയി. നമ്മുടെ നാട് പോലെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളത്. അതൊന്നും വേറൊരു വീഡിയോസിലും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. മേ ബി അതെല്ലാം ഇട്ട വീഡിയോസും ഉണ്ടാവാം. ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഫുൾ ഒരു പട്ടായ, ബാങ്കോക്ക്, തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ അത് ഫുൾ നൈറ്റ് ലൈഫ്, ആ നൈറ്റ് ഫുഡ് സ്ട്രീറ്റ്സ്, അങ്ങനെയുള്ള കുറേ സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. ഇത് നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ പകൽ ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ രാത്രിയും നമ്മൾ ഇറങ്ങി നടന്നിട്ട് അത്രയും ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ കൂടുതലും സെക്സ് ലൈഫാണ് കൂടുതലും എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ പോകുമ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പലരും പോയിട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് പരിചയമുള്ളവർ. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ആരും നമ്മളെ പിടിച്ചുകൊണ്ട് പോകാനോ വലിച്ചുകൊണ്ട് പോകാനോ ഒന്നിനുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. എല്ലാവരും ഇവിടെ സേഫാണ്. കൊച്ചുകുട്ടികളായാലും സ്ത്രീകളായാലും നമ്മുടെ നാടിനെക്കാട്ടി സേഫാണ് ഇവിടെ. അത്രയ്ക്കും എനിക്ക് അത് ഇവിടെയല്ല, മലേഷ്യയിൽ പോയപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്നവർ. ഇപ്പം നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ പോലും അവർക്ക് ഓക്കെ പറഞ്ഞു തരുമെന്നല്ലാതെ അതിൽ കൂടുതൽ എന്താണ്, ഏതാണ്, എവിടെയാണ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്ക് പറഞ്ഞാൽ അതിനുള്ള സമയം അവർക്കില്ല, അത്രയേ ഉള്ളൂ. എല്ലാവരും എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും, എനിക്ക് ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്. രാവിലെ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവും. അതിൽ കൂടുതൽ അവർക്ക് മറ്റൊരാളുടെ കാര്യം നോക്കാനുള്ള സമയം ഒന്നുമില്ല. പിന്നെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ടൂറിസ്റ്റുകൾ മാത്രമാണ്. അവരെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അവർ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. ഫുഡായാലും ഷോപ്പിംഗ് ആയാലും എല്ലാം ടൂറിസ്റ്റുകളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അവർ ഇങ്ങനെ ഓരോ കടകളൊക്കെ വെച്ചിട്ടുള്ളതും. പ്രൈസ് എല്ലാം ആ ഒരു രീതിയിൽ. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വാങ്ങണം, അവരോടിപ്പോൾ നമ്മളൊരു കാര്യത്തിന് വില ചോദിച്ചാൽ അവർ പറയുന്നത് ഒരു പൈസ പറഞ്ഞിട്ട് അവരങ്ങ് പോവും. അവർക്കറിയാം, വാങ്ങുന്നവരാണെങ്കിൽ വാങ്ങും, അല്ലാത്തവരാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ വിലയും ചോദിച്ചിട്ട് പോകുന്നവർക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ ഒരിക്കലും നമ്മളോട് ചിലർ വിലപേശാനായിട്ട് ഇരിക്കും, ചിലർ വന്നിങ്ങനെ വിലയും പറഞ്ഞിട്ട് പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ രീതികൾ. അതാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു തായ്ലൻഡ്. എന്തായാലും കാര്യം പറഞ്ഞ് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഗോൾഡൻ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് നമുക്ക് റൂമുള്ളത്. സാധനങ്ങളെല്ലാം പെറുക്കി എടുക്കുകയാണ്. അപ്പോൾ കോമിനോട് ചോദിച്ചപ്പോൾ കോമ് നാളെ വരില്ല, അറിയില്ല ഇങ്ങനെ കൈയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഈ കോമല്ല ഇനി അടുത്ത് നമുക്ക് കൊണ്ടുപോകാനായിട്ട് വരുന്നത് വേറെ ആളാണ് എന്നുള്ളത്. എനിക്ക് വൈഫൈ ഹോട്ടലിൽ വന്നപ്പോഴാണ് കിട്ടിയത്. ഞാൻ സിം കാർഡോ ഒന്നും എടുത്തിട്ടില്ല. അതൊരു വേസ്റ്റേജ് ഓഫ് മണിയാണ് സിം കാർഡ് എടുക്കുന്നത്. ഒരാഴ്ചത്തേക്ക് 700 ഇവിടുത്തെ തായ് ബാത്ത് എന്തോ കൊടുത്തിട്ട് നമ്മൾ സിം കാർഡ് എടുക്കണം. നമ്മുടെ നാട്ടിലൊരു 1800 രൂപ എന്തോ വരും കേട്ടോ. അത്രയും കൊടുത്ത് സിം കാർഡ് എടുക്കണം. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മളിപ്പോൾ സ്ഥലം കാണാൻ വന്നതാണ്. അപ്പോൾ സ്ഥലം കാണുന്ന സമയത്ത് നമ്മൾ ഫോണും കുത്തി എന്തായാലും ഇരിക്കില്ല. അപ്പോൾ ഫോൺ നോക്കണമെന്നുണ്ടെങ്കിൽ ഹോട്ടൽ റൂംസിൽ വന്നാൽ അവിടെ വൈഫൈ അവൈലബിൾ ആണ്. വൈഫൈ ഞാൻ അങ്ങനെ മാത്രം. പിന്നെ മിക്കവാറും ഉള്ള റെസ്റ്റോറൻറ്റ്സിൽ ചോദിച്ചാൽ അവരും ഫ്രീ വൈഫൈ തരാറുണ്ട്. തൽക്കാലം നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫോൺ കുത്തിയിരിക്കാനല്ലല്ലോ ഇവിടെ വന്നത്, സ്ഥലം കാണാനല്ലേ. ഇപ്പോൾ സ്ഥലം കാണാനായതുകൊണ്ട് തന്നെ റൂമിൽ വരുമ്പോൾ മാത്രം മതി വൈഫൈ അല്ലെങ്കിൽ നെറ്റ്. ആവശ്യത്തിന് നമുക്ക് ആരെങ്കിലും അത്യാവശ്യത്തിന്
അത്യാവശ്യത്തിന് വിളിക്കണം എടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഓൾറെഡി ഞാൻ അവിടെ വീഡിയോ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹോട്ടൽ റൂമിൽ വന്നിട്ട് രാത്രിയൊക്കെ കുറച്ച് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കൊണ്ടും എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് സിം കാർഡോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഉച്ചയ്ക്ക് നമ്മൾ റൂമിൽ വന്ന ശേഷം എല്ലാവരെയും വിളിച്ച് എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയേറെ സാധനങ്ങളുണ്ടായിരുന്നു കയ്യിലും കാലിലും തോളിലും ഒക്കെ ആയിട്ട്. ഇങ്ങനെ അതെല്ലാം വാരി പെറുക്കി എടുത്ത് നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റൂമായിരുന്നു. വിശന്ന് കിറുങ്ങി കണ്ണും കാണാണ്ട് നിൽക്കുക കേട്ടോ. 2 മണി ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെക്കൻ ചോദിച്ചപ്പോൾ റൂം റെഡിയാണ്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന സമയം നമ്മൾ പോയി ഫുഡ് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ പാസ്പോർട്ടൊക്കെ ഇവിടെ കാണിക്കണം കേട്ടോ. നമ്മളതുപോലെ തന്നെ നമ്മുടെ പാക്കേജുകാർ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. അതുകൂടി കാണിക്കുമ്പോൾ അവർ ഓക്കെ പറയും. പിന്നെ ചില ഹോട്ടലുകളിൽ ഇവിടെ ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യയിൽ പോയപ്പോഴും നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഹോട്ടലിൽ ഡെപ്പോസിറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. ചില ഹോട്ടലുകൾ ചോദിക്കാറുണ്ട്. അത് ചിലപ്പോൾ റീഫണ്ട് ആയിരിക്കും, ചിലത് റീഫണ്ട് ആയിരിക്കില്ല. അത് അവർ ആദ്യമേ മെൻഷൻ ചെയ്യും, റീഫണ്ട് ആണെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. വീട്ടിലെ ടൂർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഞാനാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് വേറെ ആർക്കും അതിൽ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കും പിന്നെ ടെൻഷനൊന്നുമില്ല. കാരണം നമ്മളൊരു പാക്കേജ് എടുത്ത് വരുമ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി അവർക്കാണ്. നമ്മളിതിലൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ വരിക എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫ്ലൈറ്റും ഞാനാട്ടോ ബുക്ക് ചെയ്തത്. അവർ ബുക്ക് ചെയ്ത് തരും. പക്ഷേ ഞാൻ കരുതി ഞാൻ ബുക്ക് ചെയ്യാം. കാരണം നമുക്ക് കാർഡ്സിലൊക്കെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ബാക്കി ഫുൾ പാക്കേജ് തന്നെയാണ്. ഇപ്പോൾ പാക്കേജ് വേണമെങ്കിലും ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരും. ഇത് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ അവർ ചെയ്യാത്തത് കേട്ടോ. എന്തായാലും റൂം കിട്ടുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട, പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് കരുതി. പെട്ടെന്ന് തന്നെ ഞാൻ വൈഫൈ കണക്ട് ചെയ്തു. വൈഫൈ കണക്ട് ചെയ്ത ശേഷം എല്ലാവരും വിളിച്ചു. കള്ളിക്കാട് അമ്മയെ വിളിച്ചു, അച്ഛനെ വിളിച്ച ചേട്ടൻ പറഞ്ഞു, പിന്നെ ദീപ ചേച്ചിക്കും ചീമയ്ക്കും ഒക്കെ വിളിച്ച് എല്ലാവരോടും എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തൊട്ട് ഫ്രണ്ടിലോട്ട് നിറയെ കടകളൊക്കെ കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് നടന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അവിടെയും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം സൗത്ത് ഇന്ത്യൻ എന്നല്ലേ വന്നത്, എന്നിട്ട് വീണ്ടും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിക്കുന്നത് ശരിയല്ല എന്നല്ല, അത് നമ്മുടെ മനസ്സിനത് കേൾക്കില്ലല്ലോ. അതുകൊണ്ട് പിന്നെ കരുതി തായ് ഫുഡ് കിട്ടുന്ന കടകളിൽ തന്നെ ഇവിടുത്തെ ഈ ഒരു തായ്ലൻഡിലെ ഒരു കടയിൽ കയറി കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ ചോദിച്ചപ്പോൾ അവരെന്തൊക്കെയാണ് പറയുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 10-15 സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും അതായത് തായ് ഫുഡ് കിട്ടുന്ന ഒരു കടയിലേക്ക് അവിടെ കയറിയിട്ടുണ്ട്. അവിടെ കയറി വേദ എന്തോ സാൽമൺ സ്റ്റീക്കൊക്കെ ഓർഡർ ചെയ്തേ. വേദ ആക്ച്വലി സാൽമൺ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടില്ല, സ്റ്റീക്ക് മാത്രമേ കണ്ടുള്ളൂ. സംഭവം വന്നപ്പോഴാണ് ഫിഷായിപ്പോയി. പിന്നെ എങ്കിലും പക്ഷേ അവൾ കഴിച്ചു കേട്ടോ. അവരുടെ കുറച്ച് സോസും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റീക്ക് ഫുൾ അവൾ കഴിച്ചായിരുന്നു. അവൾക്കൊരു അബദ്ധം പറ്റി ചെയ്തതാണ്. പിന്നെ ഞാൻ ഇനി എന്തെങ്കിലും പറയുമെന്ന് കരുതി കഴിച്ചതാണോ എന്താണെന്ന് അറിയില്ല. അവൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് കഴിച്ചു. എനിക്ക് തോന്നുന്നു തായ് ഫുഡിൽ കൂടുതലും അവർ വെജീസാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും വെജിറ്റബിൾസ് ആട്ടോ കൂടുതലും വരുന്നത്. പക്ഷേ അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അമ്മ ഒരു ചിക്കൻ സോസേജ് സംതിങ് സാലഡ് എന്തോ ഓർഡർ ചെയ്തു. എന്തോ ടേസ്റ്റ് ആയിരുന്നെന്നറിയോ. ഒരു പുളിയും എരിയും ഒക്കെ ചേർന്നിട്ട് ഒരു യുണീക്ക് ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അമ്മയ്ക്കും ഇഷ്ടമായി. പിന്നെ ഞാനൊരു ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അത് ഒരു വേണ്ടിയില്ലാത്ത ഓരോ ഓർഡറിങ് ആയിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രൈഡ് റൈസും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു. എങ്കിലും നമ്മുടെ നാട്ടിലെ ടേസ്റ്റിൻ്റെ ഒരു രീതി ഉള്ളതുകൊണ്ട് ഫ്രൈഡ് റൈസ് വേണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും ഇതുപോലുള്ള സാലഡ് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഞാൻ ഓർത്തു കേട്ടോ. എന്തായാലും അവരുടെ തായ് ഫുഡെല്ലാം നന്നായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഈ ഒരു രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ആ ഒരു റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻറ്റ് കേട്ടോ. വേദയുടെ ഫുഡും നല്ലതായിരുന്നു. പക്ഷേ ആ സാൽമണിലൊന്നും മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. പക്ഷേ അവരുടെ ആ ഒരു സോസ് എല്ലാം മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ കറക്റ്റായിട്ടുണ്ടായിരുന്നു. അമ്മ പിന്നെ ഒരു പൈനാപ്പിൾ സ്മൂത്തിയുടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കേട്ടോ പൈനാപ്പിൾ സ്മൂത്തി കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ചെറിയൊരു ത്രോട്ട് പെയിനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ കുടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നിട്ടും പിന്നെ ഞാനൊരു അമേരിക്കാനോ ആണെന്ന് തോന്നുന്നു എന്തോ ഒരു സാധനം വാങ്ങി ഐസ്ഡ് അമേരിക്കാനോ വാങ്ങി കുടിച്ചു. അപ്പോൾ തൊണ്ടയ്ക്കൊരു ആശ്വാസം കിട്ടി. പിറ്റേ ദിവസം മുതൽ ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. ആ റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റ് നല്ലൊരു വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതെല്ലാം ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത്രയേ സമയം വോയിസ് ഓവർ ചെയ്തിട്ട് ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ ഇനി ലൈവ് വോയിസ് കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. തായ്ലൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി രാത്രി നമ്മളൊരു ഷോ കൂടി കാണാൻ പോകുന്നുണ്ട്. ആ ഷോ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കഴിയും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ടുണ്ട്, തായ്ലൻഡിൽ ഫസ്റ്റ് ഡേ ആയിട്ടുണ്ട്.
എന്തായാലും ഫുഡും കാര്യങ്ങളും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ യാത്രാക്ഷീണം നല്ല രീതിയിൽ നമ്മളെ ബാധിച്ചു. ഇനി പോയി കിടന്നൊരു സുഖ ഉറക്കം ഉറങ്ങിയാൽ എല്ലാം ഓക്കെ ആവും. അപ്പോൾ ബാക്കി തായ്ലാൻഡ് വിശേഷങ്ങൾ പുറകെ വരുന്നതായിരിക്കും. എല്ലാവരും കാണാൻ താല്പര്യമുള്ളവർ എല്ലാവരും കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.